കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ സംഘം. 2-3 വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിൽ ആണ്. 2 കുട്ടികൾക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അത് അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ നേരിട്ട് പോയി കാണുകയും എവിടുന്നാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെയുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ അത് പേടിക്കേണ്ട അവസ്ഥയിലൊന്നും അല്ല ഉള്ളത്. പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു വരുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അനഘയാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. അനഘ, ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് കേൾക്കുന്നത് ഒരു ശുഭകരമായ വാർത്ത തന്നെയാണ്. മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, അശ്വതി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ 1-2 വയസ്സുമുള്ള 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇവർ ആദ്യഘട്ടത്തിൽ പെരുമണ്ണ പഞ്ചായത്തിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഇവർ ചികിത്സ തേടിയത്. പിന്നീട് തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ഡോക്ടറുടെ സംഘമാണ് ഈ 2 കുട്ടികൾക്കും ഒപ്പമുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. ഈ 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ പെരുമണ്ണ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെയുള്ള പെരുവയൽ ഗ്രാമപഞ്ചായത്തിൽ മുൻപും നിരവധി ആളുകൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല, ഒരു കുട്ടി ഈ രോഗം സ്ഥിരീകരിച്ച് മരണപ്പെടുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യ വകുപ്പും പ്രദേശത്തെ ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രോഗം നിയന്ത്രിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ പെരുമണ്ണ പഞ്ചായത്തിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ വിദഗ്ധ സംഘം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രദേശത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. അത് തന്നെയാണ്, ആശങ്ക വേണ്ട എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത്. എന്തായാലും നമ്മളും കരുതലോടെ തന്നെ കാത്തിരിക്കണം. ഈ ഷിഗല്ലയെ പറ്റി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഈ ഷിഗല്ല ബാക്ടീരിയ, ഗൗതം, ശരീരത്തിൽ പ്രവേശിച്ച് സാധാരണയായി 1 മുതൽ 2 ദിവസം ശരീരത്തിൽ പ്രവേശിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങൾ പ്രകടമാക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് പറയുന്നത് രക്തം കലർന്ന മലവിസർജനമാണ്. അതായത് ഈ ബാക്ടീരിയ പ്രധാനമായും വൻകുടലിലാണ് ഫസ്റ്റ് ആക്രമിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മലത്തോടൊപ്പം രക്തവും പഴുപ്പും ഒക്കെ പുറത്തേക്ക് വരാം. ശക്തമായ വയറുവേദന ഉണ്ടാകാം, കഠിനമായ പനി ഉണ്ടാകാം, ഛർദിലുണ്ടാകാം, കടുത്ത ക്ഷീണം ഉണ്ടാകാം, നിർജ്ജലീകരണം ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇനി രോഗം പകരുന്ന വഴികൾ കൂടി നമുക്കൊന്ന് നോക്കാം. മലിനമായ വെള്ളവും ഭക്ഷണവും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശരിയായ തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക. തുറന്നു വെച്ചതോ പഴകിയതോ ആയ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒപ്പം വ്യക്തി ശുചിത്വമില്ലായ്മയുമുണ്ട്. രോഗബാധിതരായ വ്യക്തികളിൽ നിന്നും ഈ രോഗം നമുക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. ഈച്ചകളെ എല്ലാവരും അകറ്റി നിർത്തണം. കാരണം ഈച്ചകളാണ് ഈ രോഗത്തിന്റെ പ്രധാന കരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തുക. ഇനി നമുക്ക് വളരെ മഴക്കാലം കൂടിയാണ് വരുന്നത്. ഒരുപാട് ഇത്തരം പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആ ജാഗ്രത പാലിക്കണം, പിന്തുടരണം.